ശ്രീമദ് ഭഗവത്ഗീത ധ്യാനം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതേ ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകീ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യമീശ്വരം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഭഗവത്ഗീത യഥാരൂപം. അധ്യായം 14. ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ. ശ്ലോകം 7, പേജ് നമ്പർ 712. രജോരാഗാത്മകം വിദ്ധി തൃഷ്ണാസംഗസമുദ്ഭവം തന്നിബധ്നാതി കൗന്ദേയ കർമ്മസംഗേന ദേഹിനം. പദാനുപദം. രജഃ രജസ്സിനെ, രജോ ഗുണത്തെ. രാഗാത്മകമെന്ന് കാമത്തിൽ നിന്നുദിച്ചത്. വിദ്ധി മനസ്സിലാക്കുക. കൗന്ദേയ ഹേ കൗന്ദേയ. തൃഷ്ണാസംഗസമുദ്ഭവം തൃഷ്ണാസംഗങ്ങളിൽ നിന്നും ജനിച്ച. തത്ത് അത്. ദേഹിനം ദേഹിയെ. കർമ്മസംഗേന ഫലോദിഷ്ട കർമ്മങ്ങളുടെ സമ്പർക്കത്താൽ. നിബധ്നാതി ബന്ധിക്കുന്നു. വിവർത്തനം. അല്ലയോ കുന്തി നന്ദന, അളവറ്റ തൃഷ്ണാധിക്യത്തിൽ നിന്നുളവാകുന്നതത്രേ രജോഗുണം. ദേഹസ്ഥനായ ജീവനെ അത് ഭൗതികമായ ഫലോദിഷ്ട കർമ്മങ്ങളിൽ കുടുക്കിയിടുന്നു. ഭാവാർത്ഥം. സ്ത്രീ പുരുഷന്മാർക്കു തമ്മിലുള്ള ആസക്തിയാണ് രജോഗുണത്തിൻ്റെ മുഖ്യ സ്വഭാവം. സ്ത്രീക്ക് പുരുഷനിലും പുരുഷന് സ്ത്രീയിലും ആകർഷണമുണ്ട്. ഇതിനെ രജോഗുണമെന്ന് പറയുന്നു. ഈ രജോഗുണം വളരുമ്പോൾ ഭൗതിക സുഖങ്ങളിലുള്ള താത്പര്യവും വർദ്ധിക്കും. ഇന്ദ്രിയ സുഖാസ്വാദനങ്ങളിൽ മതിവരാതാവും. രജോഗുണ സ്വഭാവിയുടെ ആസക്തി ഇന്ദ്രിയ സുഖാനുഭവങ്ങളിലാണ്. അവ നേടണമെങ്കിൽ അയാൾക്ക് രാഷ്ട്രത്തിലോ സമൂഹത്തിലോ ഒരു ഉയർന്ന പദവി ലഭിക്കണം. സന്തുഷ്ടമായ കുടുംബജീവിതം വേണം. നല്ല വീടും നല്ലവരായ മക്കളും ഭാര്യയും ഉണ്ടാവണം. ഇവയെല്ലാം രജോഗുണത്തിൻ്റെ ഉത്പന്നങ്ങളാണ്. ഇവയ്ക്കു വേണ്ടി പരക്കം പായുന്നിടത്തോളം കാലം അവർക്ക് കഠിന പ്രയത്നം ചെയ്യേണ്ടി വരുന്നു. അതുകൊണ്ടാണ് അയാൾ തൻ്റെ കർമ്മഫലങ്ങളിൽ ആസക്തനാവുകയും അങ്ങനെ അത്തരം കർമ്മങ്ങളാൽ ബന്ധിതനായി തീരുകയും ചെയ്യുന്നു എന്നിവിടെ ഊന്നി പറഞ്ഞത്. ഭാര്യ മക്കളെയും സമൂഹത്തെയും സന്തോഷിപ്പിക്കാനും തൻ്റെ അന്തസ്സു നിലനിർത്താനും വേണ്ടി അയാൾക്ക് നിരന്തര പ്രയത്നം തന്നെ ചെയ്യേണ്ടിയിരിക്കുന്നു.
അങ്ങനെ ഭൗതിക ലോകം മുഴുവൻ പ്രായേണ രജോഗുണബാധിതമെന്ന് വേണം പറയാൻ. ആധുനിക സംസ്കാരം രജോഗുണത്തിൻ്റെ നിലവാരത്തിൽ പുരോഗമിച്ചതായി കരുതപ്പെടുന്നു. മുൻകാലങ്ങളിൽ പുരോഗമനാവസ്ഥ സത്വഗുണത്തിലധിഷ്ഠിതമാണെന്നാണ് കരുതിപ്പോന്നത്. സത്വഗുണത്തിലുള്ളവർക്കുപോലും മുക്തി സിദ്ധിക്കുന്നില്ലെങ്കിൽ രജോഗുണത്തിൽ കുടുങ്ങിപ്പോയവരുടെ നിലയെപ്പറ്റി എന്തു പറയാനാണ്? ഹരേ കൃഷ്ണ.